ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റജബ് 27 നോമ്പ് പിടിക്കും പകല് അല്ലേ? നോമ്പ് പിടിക്കൂലേ? പറ്റാണി പിടിക്കണം. റജബ് 27 നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. റജബ് 27 പകല് നോമ്പെടുക്കുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റജബിൽ ഒരാൾ നോമ്പെടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഹബീബ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കാര്യം. സ്വർഗത്തിലൊരു പുഴയുണ്ടത്രേ. ആ പുഴയുടെ പേര് റജബ് എന്നാണ്. പുഴയുടെ പേര് റജബ്. ആ പുഴയിൽ നിന്ന് ആർക്കും വെള്ളം കുടിക്കാൻ കൊടുക്കൂല. റജബിൽ നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബിൽ നോമ്പെടുത്തവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു പുഴയാണ്. ഇന്ന ഫിൽ ജന്നത്തി നഹ്റാം അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു ലഹു റജബ്. സ്വർഗ്ഗത്തിൽ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ പേര് റജബ് എന്നാണ്. അശദ്ദു ബയാലം മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്ത പാനം. വ അഹ്ലാ മിനൽ അസ്ലി, തേനിനേക്കാളും മധുരമുള്ള രുചി. ഷുഗർ ഒന്നും ഇല്ലട്ടോ അവിടെ, ഞാൻ അത് ആലോചിക്കണ്ട. ഞാൻ കുറെ നാളായിട്ട് മധുരമുള്ളതൊന്നും കഴിക്കാറില്ല ഉസ്താദ്. സ്വർഗത്തിലെ കാര്യം പറഞ്ഞു, സ്വർഗത്തിലെ കാര്യമാണ്. തേനിനേക്കാളും മധുരം, തേനിനേക്കാൾ എന്നൊക്കെ നമ്മോട് പറഞ്ഞത് നമുക്ക് മനസ്സിലായ മനോഹരമായ ഒരു രുചിയാണ് തേന്. അതിനേക്കാൾ എന്നത് എത്രയെന്ന് അള്ളാഹുവിനെ അറിയോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കാണ് നബിയേ ഈ പുഴയും അതിന്റെ അരുവിയും ഈ പുഴയും അതിന്റെ വെള്ളവും വെച്ചിരിക്കുന്നത്? മൻ സാമ മിൻ റസബിൻ യൗമൻ സഖാഹുല്ലാഹു മിൻ ദാലികൻ നഹരി. ഒറ്റ നോമ്പ് അല്ലാഹ് കബൂലാക്കിയാൽ മതി, അത് റസബിലായാൽ മതി. ഒറ്റ നോമ്പ് മതി, അത് അല്ലാഹ് കബൂലാക്കിയാൽ മതി. റജബ് മാസത്തിലാണ് ഒരു നോമ്പ് അല്ലാഹ് കബൂലാക്കിയാൽ ഒറ്റ നോമ്പ് മതിയേ. ആ ആൾക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത് സ്വർഗത്തിന്റെ ഈ പുഴയാ. നബി മുഹമ്മദ് മുസ്തഫ സഹൽ ഫൈദി വെറുതെ പറഞ്ഞതല്ല. ഇമാം ബൈഹഖി അവിടുത്തെ ഫളാഇലുൽ ഔഖാത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കേട്ടോ, മറ്റൊരു ഹദീസ് കേട്ടോളൂ. അൻ ആമിർ ഇബ്നു ശിബൽ അൽ ഹറമി സമിഅത റജുലൻ യുഹദ്ദിസു അന്നഹു സമിഅ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്നും പഠിച്ച ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ശൈഖ് അൽ ഇമാം അലാഉദ്ദീൻ അലി അൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കൻസുൽ ഉമ്മാൽ എന്ന കിതാബിൽ ഹദീസ് പറയുന്നുണ്ട്. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കേട്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്നത്തി ഖസ്ർ, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. ലാ യദ്ഖുലുഹു, ആ കൊട്ടാരത്തിലേക്ക് ആരാ പ്രവേശിക്ക? ഇല്ലാ സുവാമു റജബ്, റജബിൽ നോമ്പെടുത്തവർക്ക് ആ സ്വർഗത്തിന്റെ കൊട്ടാരം. ഒരു നോമ്പ് കൊണ്ടെങ്കിലും റജബിന്റെ നോമ്പുകാരൻ എവിടെ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഇവിടുണ്ട് അല്ലാ എന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബ് 27 പകലിലെ നോമ്പ് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പ്രതിഫലമുള്ള നോമ്പാണ്. ഹബീബായ നബി തങ്ങൾ റജബിന്റെ മുഴുവൻ ദിവസവും നോമ്പെടുക്കുന്നതിന്റെ പ്രത്യേകമായ ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല, വിശദീകരിക്കുന്നില്ല. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വേം പറയാം. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സാമ യൗമസ്-സാബിഇ വൽ 20 മിൻ റജബ്, റജബ് 27 പകലിൽ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ, റജബ് 27 പകല്. ഈ ഹദീസ് പഠിച്ചു വെച്ചോട്ടോ, ഈ ഹദീസ് പഠിച്ചു വെച്ചോ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും. റജബ് 27 പകലിൽ ആരെങ്കിലും നോമ്പെടുത്തു കഴിഞ്ഞാൽ 60 മാസം തുടർച്ചയായി അവൻ ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു രേഖപ്പെടുത്തും ഒറ്റ നോമ്പ് കൊണ്ട്. റജബ് 27 പകലിൽ ഒരാൾ നോമ്പെടുത്താൽ 60 മാസം തുടർച്ചയായി അവൻ ഇബാദത്ത് ചെയ്തു എന്ന പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസ് ഇഹ്യാഇൽ ഉണ്ട്. ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നു ഇഹ്യാ ഉലൂമുദ്ദീനിൽ
ഈ ഹദീസ് ഫളായിലുൽ ഔഖാത്തിൽ ഇമാം ബൈഹഖി അവിടുത്തെ ഫളായിലുൽ ഔഖാത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? വഹുവ അവ്വലു യൗമിൻ നസല ഫീഹി ജിബ്രീൽ അലൈഹിസ്സലാം അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർസാല. അല്ലാഹുവിന്റെ ഹബീബിന് റസൂൽ പദവി കിട്ടിയ ദിവസമാ. നബി എന്ന പദവി പോലെ തന്നെ റസൂൽ പദവി കിട്ടിയ ദിവസമാണേത്? റജബ് 27 പകല്. സന്തോഷമുണ്ടല്ലോ. നമ്മുടെ മക്കൾക്ക് A+ കിട്ടിയ സന്തോഷം ഉണ്ടാവും. അന്ന് ലഡു ഉണ്ടാവും, വീട്ടില് പായസം വെക്കും, അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോ അല്ലാഹ് ഓർമ്മ ഉണ്ടെന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും, സ്വാഭാവികമാണത് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. A+ അല്ല കിട്ടിയത്, റിസാലത്ത് പദവിയാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് പദവി, നമ്മുടെ റസൂലിന് കിട്ടി, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് കിട്ടി, റസൂൽ എന്ന പദവി കിട്ടി. അത് റജബ് 27 പകല. എന്ത് സന്തോഷമല്ലേ? സന്തോഷിക്കണമല്ലോ, നമ്മൾ മുഅ്മിനല്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷിച്ച സന്തോഷ പ്രകടനം നോമ്പ് കൊണ്ടാവാന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ചകളിൽ നോമ്പ് സുന്നത്ത. എന്താണ് നബിയെ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താവാൻ കാരണം? അന്ന് ഞാൻ ജനിച്ചതല്ലടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ജൂതന്മാര് മുഹറം 10 നോമ്പെടുത്ത് കണ്ടു. എന്തുകൊണ്ടാ? ജൂതന്മാര് പറഞ്ഞു, മൂസാ നബീനെ ഫറോവയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾ ഇന്ന് നോമ്പുടിക്കാം. സന്തോഷം കൊണ്ട് നോമ്പുടിക്കാം, സന്തോഷം കൊണ്ട് നോമ്പുടിക്കാം. പക്ഷെ സന്തോഷം കൊണ്ട് നോമ്പുടിക്കാൻ പാടില്ലാത്ത 2 ദിവസം മാത്രമേ ഉള്ളൂ. 2 പെരുന്നാളിന് സന്തോഷം മാത്രമുള്ളത്, നോമ്പില്ല. അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസവും നോമ്പില്ല. അതായത് ഹബീബിന് റിസാലത്ത് പദവി കിട്ടിയതിന്റെ ഒരു സന്തോഷ പ്രകടനവും കൂടി, ഒരു നബി സ്നേഹമാണ്. റജബ് 27 പകലിലെ നോമ്പ്. റജബ് 27 പകലിൽ നോമ്പെടുത്താൽ എന്താ പ്രതിഫലം? 60 മാസം തുടർച്ചയായി ഇബാദത്ത് ചെയ്തു. 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? 15 60 5 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത കൂലി. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് ഇരുന്ന ഇബാദത്തിന്റെ കൂലി കിട്ടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ കസേരയിൽ ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ ഇരിക്കും. നമ്മൾ 1 മണിക്കൂറായുള്ളൂ. 24 ഖുർആൻ ക്ലാസ് എടുക്കുമ്പോഴാണ് ഏകദേശം നമുക്ക് ഒരു ദിവസം ഖുർആൻ ക്ലാസ്സിൽ ഇരുന്ന കൂലി കിട്ടാം. 24 ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്താലാണ് 1 മണിക്കൂർ വെച്ച് കൂട്ടിയ അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ ആ 24 × 365 ഇരുന്നാലാണ് 1 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി എന്ന് ഈ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഇതല്ല, 1 കൊല്ലല്ല പറഞ്ഞത്, 5 കൊല്ലം. 5 കൊല്ലം ഒറ്റയിരിപ്പിനൊരു ഇബാദത്ത് ചെയ്തതുപോലെ ചെയ്തത് അല്ലാഹ് കബൂലാക്കി. ആ പ്രതിഫലം കിട്ടാൻ റജബ് 27 പകലിലെ ഒറ്റ നോമ്പ് കൊണ്ട് കഴിയും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹദീസ് മറക്കട്ടെ. ഇനി വേറൊരു ഹദീസ് പറയും, ഇടയിൽ വേറൊരു ഹദീസ് പറയും. അപ്പൊ ഇത് ഓർമ്മ വേണം കേട്ടോ. 5 വർഷത്തെ അമലിന്റെ പ്രതിഫലം, അതായത് 60 മാസത്തെ അമലിന്റെ പ്രതിഫലം. ആ ഹദീസ് ഓർമ്മ വെച്ചോ. ഇനി വേറൊന്നും കൂടി പറയൂ കേട്ടോ. ഇനി ഇടയിലൊന്ന് പറയാം. അനിൽ ഹസനിൽ ബസ്രി റളിയല്ലാഹു അൻഹു ഖാല കാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇദാ കാന യൗമുസ് സാബിഇ വൽ 20 മിൻ റജബ്. റജബ് 27 ദിവസം എത്തിക്കഴിഞ്ഞാൽ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസ്ബഹ മുഅ്തകിഫാ. സുബഹി മുതൽ ഇഅ്തികാഫിലാണ് പള്ളിയിൽ. സുബഹി മുതൽ പള്ളിയിൽ ഇഅ്തികാഫ്. റജബ് 27 പകല് വളല്ല മുസല്ലിയൻ ഇലാ വഖത്തിൽ ളുഹരി. സുബഹിയുടെ ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ലില്ല് വരുന്ന നേരം. ലില്ല് എന്ന് പറഞ്ഞ നിഴല്, അതായത് വെയില് ശരിക്ക് തെളിഞ്ഞ് നമ്മൾ ആദ്യം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ, അത് ഒഴിച്ചുള്ള സമയം, അത് കഴിഞ്ഞിട്ടുള്ള സമയം. അവിടെ മുതൽക്ക് മഹാനവറുകൾ നിസ്കാരമാണ്. എവിടെ വരെയില്ല? വഖത്തിൽ ളുഹരി, ളുഹർ വാങ്ക് കൊടുക്കണവരെ നിസ്കാരം. ആര്? മഹാനായ ഇബ്നു അബ്ബാസ്. ചെറിയ സ്വഹാബിയല്ല. തായിഫിൽ പോയവരൊന്ന് കൈ പൊക്ക. തായിഫിൽ പോയിട്ടുണ്ടാ? തായിഫില് മക്കയിൽ നിന്നും തായിഫിൽ പോയവരാ? അപ്പൊ ഞാൻ തായിഫിൽ പോയിട്ടുണ്ട്. തായിഫിൽ കാണാം മദീനത്ത് ഇബ്നു അബ്ബാസിന്റെ പട്ടണം എന്ന് കാണാം. തായിഫിൽ മസ്ജിദ് ഇബ്നു അബ്ബാസ് കാണാം. വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് മഹാനായ ഇബ്നു അബ്ബാസിന്റെ ഖബറുള്ളത് റളിയല്ലാഹു അൻ. ചെറിയ സ്വഹാബിയല്ല. മുത്തുനബി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ, പടച്ചോനെ എന്റെ മോന് നീ നിന്റെ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് ദുആ എന്നതാ. റഈസുൽ മുഫസ്സിരീന,
മഹാന്മാരായ സ്വഹാബികളിൽ ഏറ്റവും നന്നായി ഖുർആന്റെ അർത്ഥമറിയാവുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലും അമ്പരപ്പിച്ച ഖുർആൻ പണ്ഡിതനാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സ്വഹാബികൾ പറയുമായിരുന്നു, ഇബ്നു അബ്ബാസ് ചെയ്തതുകൊണ്ടാ ഞങ്ങൾ ചെയ്തത്. 10,000-കണക്കിന് ഹദീസ് മുത്തനബിയിൽ നിന്നും ഉദ്ധരിച്ച മഹാപണ്ഡിത സ്വഹാബി അന്നത്തെ പകലിൽ സുബഹിക്ക് ഇഅ്തികാഫിന് കയറിയാൽ നിഴല് വരുന്ന നേരം, അതായത് സൂര്യോദയമൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞാൽ പിന്നെ നിസ്കാരമാണ് ളുഹർ വരെ. ളുഹർ മുതൽ അസ്ർ വരെ മഹാനവറുകൾ പിന്നെ ദുആയാണ്. മഹാനവറുകളോട് ആരോ ചോദിച്ചെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ നോമ്പുണ്ടെന്ന് പകല്. മഹാനവറുകൾ പറഞ്ഞു, കാന യസ്നഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദൽ യൗമി, റജബ് 27ന്റെ പകൽ വന്ന റസൂലുള്ളാഹി ഇങ്ങനെ ചെയ്തിരുന്നു. ഞാൻ അനുഭവിച്ചതാ, കണ്ടതാ, ഞാൻ അറിഞ്ഞതാ. സയ്യിദുനാ ഇബ്നു അബ്ബാസ് ന്റെ വക പറഞ്ഞതല്ല, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉന്നിയയിൽ ഇത് രേഖപ്പെടുത്തുന്നതിന്റെ 1-ാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹദീസ് മറക്കട്ടെ, ഹദീസ് ഞാൻ ചോദിക്കും, ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് കേട്ടോളൂ. മഹാനായ അബൂ ഹുറൈറ തങ്ങളും സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹും രണ്ട് സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ഇന്ന ഫീ റജബിൻ യൗമൻ വലൈലതൻ, റജബിൽ ഒരു പകലുമുണ്ട് ഒരു രാവുമുണ്ട്. ആ പകൽ ഇപ്പൊ ഏത് പകലിനെ പറ്റി പറയണത്? അതിന്റെ 27ാമത്തെ പകല്. അങ്ങനെ ഒരു രാവുമുണ്ട് റജബില്. അതേത് രാവാ? 27ാം രാവും പകലും റജബിലുണ്ടേ. മൻസാബദാലിക്കൽ യൗമി, ആ പകല് ആരെങ്കിലും നോമ്പെടുത്താൽ 60 മാസം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ട്. പകല് നോമ്പെടുത്താൽ 60 മാസം, അതായത് 5 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ട്. ആ കൂലി കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടും. അത് ചെയ്യുന്ന ആള് എന്തും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, രാത്രി ഹയാത്താക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കൂലിയുടെ പിന്നെ കിട്ടുന്ന പ്രതിഫലം കേട്ടോട്ടോ. പകല് നോമ്പെടുത്തു കഴിഞ്ഞാൽ 60 മാസം നോമ്പെടുത്ത കൂലി, ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും പകല് നോമ്പെടുത്താൽ. അതിന്റെ കൂടെ തന്നെ തലേ രാത്രി ഹയാത്താക്കി പരമാവധി നിസ്കരിച്ചാൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 27ാം രാവിലെ രാത്രി പരമാവധി കലാ വീട്ടാനുള്ളൊക്കെ കലാ വീട്ടി നിസ്കരിക്കണമെന്ന് ഞാനൊരു 11 കാര്യം പറഞ്ഞിരുന്നു. ആദ്യം രാത്രി കലാ വീട്ടാനുള്ള പരമാവധി കലാ വീട്ടിയ രാവ് ഹയാത്താക്കുക. അപ്പൊ കാമത്തിൽ കല്ലയില, രാത്രിയിലെ നിസ്കാരം കൊണ്ട് ഹയാത്താക്കിയാൽ, ഒന്ന് ഉറങ്ങിപ്പോയെന്ന് വെച്ച് പഠിച്ചവൻ കൂലി തരാതിരിക്കുന്നില്ല. നമുക്ക് നെയ്യത്ത് പരമാവധി നിസ്കരിക്കണം. അങ്ങനെ രാത്രി ഹയാത്താക്കുകയും പകല് നോമ്പെടുക്കുകയും ചെയ്യുമ്പോ, പകല് നോമ്പെടുത്താക്ക് 5 വർഷത്തെ ഇബാദത്തിന്റെ കൂലി എന്നുള്ളത് അവിടെ നിന്നാണ് മാറി കാനലഹു മിനൽ അജ്രി. പിന്നെ ഈ രാവ് ഹയാത്താക്കി പകല് നോമ്പെടുത്ത ആൾക്ക് കിട്ടുന്ന കൂലി കമൻ സ്വാമ മിഅത സനത്തിൻ, 100 കൊല്ലം നോമ്പെടുത്ത കൂലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 കൊല്ലം മാറിപ്പത്രേ 100 കൊല്ലം അവൻ നോമ്പെടുത്ത കൂലിയും, ആ 100 കൊല്ലം അവൻ നിസ്കരിച്ച കൂലി, ആ 100 കൊല്ലം അവൻ രാത്രി നിന്ന് നിസ്കരിച്ച കൂലിയും കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി വഹിയ ലിസലാസത്തിൻ ബഖൈന മിൻ റജബ്, അത് റജബ് 27ന്റെ രാവും പകലുമാ. വഹുവൽ യൗമുൽ ലദീ ബഅസ ഫീഹി നബിയനാ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബിന് റസൂൽ പദവി കിട്ടി എന്ന് പറയപ്പെടുന്ന ദിവസമാ. പകല് മാത്രം നോമ്പിലായി, പകലിലെ നോമ്പിൽ മാത്രം ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 60 മാസത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. തല രാത്രിയും കൂടി ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതായാലും കിട്ടും. അതിന്റെ കൂടെ 100 കൊല്ലം നോമ്പെടുത്ത കൂലി എന്നാണ് ഹദീസിൽ ഉള്ളത്. അള്ളാഹു നമുക്ക് അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അമല് ചെയ്യാലോ, കൂലി തരണ അള്ളാഹുടെ കയ്യിലിരിക്കുന്ന കാര്യം. അത് പഠിച്ചവൻ തരട്ടെ, അവന്റെ ഔദാര്യം അത്. പക്ഷെ അങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ടാ നമ്മൾ അതിലേക്ക് ഒരു പ്രോത്സാഹനവും പ്രേരണയും പ്രചോദനവും ഉണ്ടാവും. അമല് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശദീകരിക്കുന്നില്ല, കേട്ടോളൂ. നബി സഈദിൽ ഖുദരി ഖാല റസൂലുള്ളാഹി, വേഗം അവസാനിപ്പിക്കാട്ടോ, ശബ്ദം കൊണ്ടും എനിക്ക് പറ്റുന്നില്ല. റജബ് മാസം അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്.
റജബിലെ 1, 2, 3, 4 അങ്ങനെ തുടങ്ങി 30 ദിവസം. ഈ വർഷം ഇപ്പൊ 30 ദിവസം കിട്ടിയ 30 ദിവസം. 29 ഷാബാന്റെ നിലാവ് കണ്ട 29 ദിവസം. ഈ ദിവസം ആ ഡേയും ഡേറ്റും, ഡേ അതായത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നുള്ള ഡേയും, റജബ് 1 റജബ് 2 എന്നുള്ള ഡേറ്റും ആറാനാകാശത്തിൽ ഇങ്ങനെ ആറാനാകാശത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കാം. ആറാനാകാശത്തിന്റെ കവാടത്തിൽ നല്ല മനോഹരമായി ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. എന്നിട്ടോ നമ്മളിപ്പോ റജബ് 1 നോമ്പ് എടുത്തെങ്കിൽ അതവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടോ? എവിടെ? ആറാനാകാശത്തിന്റെ കവാടത്തിൽ ഈ റജബിന്റെ ഓരോ ദിവസവും ഓരോ ഡേറ്റും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ആറാനാകാശത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ റജബിൽ ഒരു നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നോമ്പ് കബൂലാക്കിയാൽ അള്ളാഹുവിന്റെ മുന്നിൽ ആ വാതിൽ സംസാരിക്കുമത്രേ. ആ വാതിലിൽ ടിക്കറ്റ് വെച്ചിരിക്കുന്ന ദിവസം റബ്ബിനോട് സംസാരിക്കുമത്രേ. അല്ലാഹുവേ, ഇന്നാലിന്ന വീട്ടിൽ ഇന്ന ആളുടെ മകൻ ഇന്നാള് ഈ ദിവസമാകുന്ന എന്നിൽ നോമ്പെടുത്തതാ. ആ ദിവസം പറയുന്നത് ശരിയാണല്ലോ. ആറാനാകാശത്തിന്റെ കവാടമായ ഞാൻ സാക്ഷിയാണല്ലോ. ഇവിടെ ഇതിന്റെ രേഖ ഇവിടെയാണല്ലോ വെച്ചിരിക്കുന്നത്. അതിന്റെ രേഖ അവിടെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പടച്ച റബ്ബേ, യാ റബ്ബി ഗഫിർ ലഹു, യാ റബ്ബി ഗഫിർ ലഹു, യാ റബ്ബി ഗഫിർ ലഹു. അല്ലാഹുവേ, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ. പുറത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ പുറത്തു കൊടുക്കൽ, അതൊരു പദവിയാ. അള്ളാഹു പാപം പൊറുത്തവൻ എന്ന പദവി കൊടുക്കാം. പാപം ചെയ്യുക എന്നത് നമുക്ക് സുനിശ്ചിതമായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. അതില്ലാതെ ഒരാള് വരാന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമാണ്. പാപസുരക്ഷിതത്വം, പാപം ചെയ്തത് അള്ളാഹു പൊറുത്തു എന്ന പദവി, ആ പദവി വലിയൊരു പദവിയാണ്. അത് കിട്ടിയാൽ മതി, സ്വർഗം കിട്ടാൻ. എന്നാ പറഞ്ഞത്. മഗ്ഫിറത്ത് അതൊരു പദവി, അത് കിട്ടിയ സ്വർഗം കിട്ടിയെന്ന. മഗ്ഫിറത്ത് കിട്ടിയ അള്ളാന്റെ ഇഷ്ടം കിട്ടിയെന്ന. മഗ്ഫിറത്ത് കിട്ടിയ ഹൗദുൽ കൗസർ കിട്ടിയെന്ന. മഗ്ഫിറത്ത് കിട്ടിയ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്ത് കിട്ടിയ ഖബർ എളുപ്പമായെന്ന. മഗ്ഫിറത്ത് കിട്ടിയ മരണനേരത്ത് കെലിമ എല്ലാം പറ്റുന്നു. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കലല്ല. മഗ്ഫിറത്ത് കിട്ടിയ ഓട്ടോമാറ്റിക്കലി ബേക്കറി പോയാൽ മതിരിയാ. ബേക്കറി പോയാൽ റബ്ബർ ബാൻഡ് കിട്ടുന്നു പണ്ട് ഒരാൾ പറഞ്ഞു. ബേക്കറിയിൽ നിന്ന് സാധനം വാങ്ങി എന്ത് കിട്ടും? റബ്ബർ ബാൻഡ് കിട്ടും. ജബ്ബാർക്കാരുടെ റബ്ബർ ബാൻഡ് ഇല്ലാന്ന് തോന്നുന്നു, ടേപ്പ് വെച്ച് ഒട്ടിക്കഴിഞ്ഞ. അപ്പൊ റബ്ബർ ബാൻഡ് കിട്ടണ ബേക്കറി ഇട്ട്, ബേക്കറി പോയ റബ്ബർ ബാൻഡ് കിട്ടുമെന്ന് പറഞ്ഞു. അതാണോ ബേക്കറി പോയ കിട്ടുക? അങ്ങനെയാണ് ഒരാളോട് പറഞ്ഞു കൊടുക്കണ്ടേ? എവിടെ ബേക്കറി പോയി ബേക്കറി പലഹാരം വാങ്ങുമ്പോൾ ആ ബേക്കറി പലഹാരം കിട്ടാം, കൂടെ റബ്ബർ ബാൻഡ് കിട്ടും. ആരെങ്കിലും ഇപ്പൊ റബ്ബർ ബാൻഡ് അന്വേഷിക്കുന്നുണ്ടോ? റബ്ബർ ബാൻഡ് അത് കിട്ടിയാ കിട്ടി, കിട്ടിയിട്ടിപ്പം എന്താ? മഗ്ഫിറത്ത് കിട്ടിയ സ്വർഗം കിട്ടി, ഉറപ്പാണ്. മഗ്ഫിറത്ത് കിട്ടൽ അവിടെ ആവശ്യം. മഗ്ഫിറത്ത് കിട്ടിയ എല്ലാം കിട്ടി. കാരണം മഗ്ഫിറത്ത് അള്ളാന്റെ പൊരുത്താ. അത് സ്വർഗത്തിനേക്കാളും വില ഉണ്ടെന്ന്. സ്വർഗത്തിനേക്കാളും വില അള്ളാന്റെ പൊരുത്തത്തിന്. സ്വർഗത്തിനേക്കാളും വിലയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വർഗത്തിനേക്കാളും വിലയുള്ളത്, സ്വർഗത്തിൽ തന്നെ നിധിയുണ്ട്. സ്വർഗത്തിനേക്കാളും വിലയുള്ളത് ആദം നബിയുടെ മഹർ സ്വർഗം മൊത്തം അങ്ങോട്ട് കൊടുക്കാന്ന്. ഹവ്വക്ക് എന്ത് മഹർ കൊടുക്കൂന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ സ്വർഗം മൊത്തം കൊടുത്തേക്കാം, നീ എനിക്ക് തന്നല്ലോ സ്വർഗം. അതിന് നബിക്ക് കൊടുത്താ സ്വർഗം. അപ്പൊ അള്ളാഹ് പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞു. അത് പോരാ, പിന്നെന്താ വേണ്ടത്? സ്വലാത്താണ്. സ്വലാത്ത് സ്വർഗത്തിനേക്കാളും വിലയുള്ളത്. സ്വർഗത്തിന്റെ നിധി എന്ന് പുണ്യനബി, രഹസ്യമായ സദഖ സ്വർഗത്തിനേക്കാളും വിലയുള്ളതാണ്. അള്ളാഹു അതുകൊണ്ട് ആ രഹസ്യമായ സദഖ ചെയ്ത ആളോട് അള്ളാഹ്ക്കുള്ള സന്തോഷം സ്വർഗമൊന്നും പഠിച്ചോ അവന് കൊടുത്ത പോരാ, അതിനപ്പുറം വലുതാ. സ്വർഗത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ അള്ളാഹു വെളിവാകും. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് അള്ളാഹു പറയാം. ഒരാള് പകലന്തിയോളം ഒരു പറമ്പിൽ പണിയെടുത്തു. ആ പറമ്പിൽ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാ, ആ പറമ്പിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ പറമ്പിന്റെ ഉടമസ്ഥൻ സാധാരണ ഒരു പറമ്പിൽ പണിക്ക് കൊടുക്കണ കൂലി അല്ല കൊടുക്കുക, കൂടുതൽ കൂലി കൊടുക്കും. 1000 രൂപയാണ് ഇപ്പൊ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടാ. ഒരു പറമ്പിലെ ജാതിയുടെ ചോട് കളക്കാൻ, തെങ്ങിന്റെ ചോട് വാഴാൻ പോയപ്പോ 1000 രൂപ കിട്ടാം. പക്ഷെ ആ ആചാര്യ പറമ്പിൽ കിളക്കാൻ പോയി കഴിഞ്ഞാ ആചാര്യ 5000 തരും. വേണമെങ്കിൽ പലചരക്കടയിൽ നിന്ന് എന്തിനും വാങ്ങിക്കോളാൻ പറയും. രാവിലെ അവിടെ മീൻകാരൻ വന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുള്ള മീനും വാങ്ങിത്തരും, ഒക്കെ തരും. ആചാര്യ ഭാര്യ വേറെയും തരും.
ആ പറമ്പിൽ കിളക്കാൻ പോകാൻ സന്തോഷല്ലേ? അന്ന് ആജിയാര് പറഞ്ഞു, എടാ ഇന്ന് നീ കിളച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടായി, നിന്റെ ഇന്നത്തെ ജോലി എനിക്ക് ഇഷ്ടായി, ഇന്ന് നിനക്ക് പൈസ തന്നാ അത് കുറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ തരാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാ ഈ 5000 കിട്ടുന്നതാണോ? ഈ ഒരു വാക്കാണ് അവന് സന്തോഷം. ആ ഒരു വാക്കാണ് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന് പറഞ്ഞത്. ക്ഷമക്ക് സ്വർഗമല്ലാതെ മറ്റൊരു കൂലിയില്ല. പക്ഷെ സ്വർഗം എന്നുള്ളൊരു താൽക്കാലികമായ ഒരു പ്രതിഫല വാഗ്ദാനം, ഒരു പറച്ചിലേ ഉള്ളൂ. അതിനപ്പുറം അള്ളാഹ് കൂടെ ഉണ്ട് എന്നാ പറഞ്ഞത്. കൂടെ ഉണ്ടാവാന്ന് പറഞ്ഞ അത് പറഞ്ഞ കൂലിക്കപ്പുറം സ്വർഗത്തിനേക്കാളും വിലയുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 6ാം ആകാശത്തിന്റെ കവാടം, ആ കവാടവും അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ നമ്പർ, റജബ് 6ാം ദിവസം എന്ന 6 എന്നുള്ള നമ്പർ, ആ ചൊവ്വാഴ്ചയാണെങ്കിൽ ആ ചൊവ്വ എന്നുള്ള ദിവസത്തിന്റെ പേര്, ആ എഴുത്തും സംസാരിക്കും. 6ാം ആകാശത്തിന്റെ കവാടവും അള്ളാഹുവിനോട് സംസാരിക്കുക. എന്താ സംസാരിക്കുക? പഠിച്ചോനെ, നിന്റെ പൊരുത്തം എന്ന മഗ്ഫിറത്ത് ഇദ്ദേഹത്തിന് കൊടുത്തേക്കണോട്ടോ. എന്താ കാരണം? 6ാം ദിവസം എന്ന, അല്ലെങ്കിൽ റജബ് 27ാം ദിവസം എന്ന ഞാൻ അദ്ദേഹത്തിന്റെ നോമ്പാലെ സന്തോഷിച്ചതാ. അതുകൊണ്ട് നീ അദ്ദേഹത്തോട് സന്തോഷിക്കണം, അദ്ദേഹത്തിന് പൊറത്തു കൊടുക്കണം, മഗ്ഫിറത്ത് കൊടുക്കണം എന്ന് പറയും. മഗ്ഫിറത്ത് ഒരു പാപം പൊറുക്കൽ ചടങ്ങല്ല, അതൊരു വലിയ പദവി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഇനി ഒരാൾക്ക് റജബിന്റെ നോമ്പിനെ പിടിക്കാൻ കഴിഞ്ഞല്ല, മനഃപൂർവ്വമാണ്, ഒരു നോമ്പും പിടിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കെ അവനോട് റജബിന്റെ ആ ദിവസങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കവാടം വിളിച്ചു പറയും, എടോ നിനക്ക് ചതി പറ്റിയല്ലോ, നിനക്ക് നഷ്ടം സംഭവിച്ചല്ലോ, നിന്റെ പോലെ ഒരു നഷ്ടമുള്ളവൻ വേറെ ആരുമില്ല. നീ വല്ലാത്ത നഷ്ടം സംഭവിച്ച ആളാ, നീ വല്ലാത്ത നഷ്ടം സംഭവിച്ച ആളാ, നിനക്ക് നഷ്ടമാണ് സംഭവിച്ചതെന്ന് ഈ വാതിൽ വിളിച്ചു പറയും. 6ാം ആകാശത്തിന്റെ കവാടം വിളിച്ചു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അതുകൊണ്ട് നോമ്പുകൾ റജബിന്റെ ആയാലും ശഅബാനിന്റെ ആയാലും തിങ്കളാഴ്ചയുടെ ആയാലും വ്യാഴമായാലും റമദാനായാലും ഏത് നോമ്പ് വന്നാലും നോമ്പിൽ പൊതുവേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാന കാര്യം ഹബീബ് പഠിപ്പിച്ചു, സ്വഹീഹുൽ ബുഖാരി, ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയല്ലേ, നിലവാരമില്ലാത്തതൊന്നും പറയല്ലേ. കളവ്, ഗീബത്ത്, നമീമത്തൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒന്നും പറയാൻ പാടില്ല. വലാ യസ്ഖബ്, നോമ്പുള്ള പകലിൽ നീ നിന്റെ ശരീരത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവനാണ് എങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നീ ഉറക്കപ്പോലും വർത്തമാനം പറയല്ലേ. ഉറക്കേ സംസാരിക്കും ചില ആളുകൾ, ഒരു കാര്യമില്ല. ഉറക്ക പൊട്ടിച്ചിരിക്കല്ലേ, എന്റെ അധപകേടാണ്. ഒരു നോമ്പുള്ള പകലിനെ ആദരിക്കണം, ഒരു നോമ്പെന്ന പകലിനെ ബഹുമാനിക്കണം. അതിന്റെ ഭാഗമായി നീ പൊട്ടിച്ചിരിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. കേട്ടോളൂ, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ സിയാമു മിനൽ അക്ലി വശുർബി. നോമ്പെന്ന് പറഞ്ഞാൽ തിന്നലും കുടിക്കലും ശാരീരിക വീഴ്ച ഒഴിവാക്കലും മാത്രമല്ല. അതാണ് നോമ്പെന്ന് ഓർത്ത്, അതല്ല നോമ്പ്. നോമ്പെന്ന് പറഞ്ഞാൽ വലാകിന്ന സിയാമ മിനൽ ലഗ്വി വറഫസി, വൃത്തികെട്ട വർത്തമാനം നാവിൽ വരാതെയും മോശമായ ചിന്തകളും നോട്ടവും കേൾവിയും ഒഴിവാകലാണ്. അങ്ങനെ ഒരു പാപവിശുദ്ധിയാ നോമ്പ്. അതിന്റെ കൂടെ ഒന്ന് വയറ് കാലിയാക്കലാ. സയ്യിദുനാ റസൂലുള്ളാഹി, വയറ് കാലിയാക്കലല്ല പ്രധാനം. വയലു പരിപാടി വെച്ച അഹമ്മദ് കുട്ടിക്ക് ഒരു ചായക്കട ഇടാം അതിന്റെ പുറകിൽ, അല്ല വയലിന്റെ സദസ്സിൽ എവിടെയെങ്കിലും ചായക്കട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സത്യത്തിൽ മൂപ്പർക്ക് ചായക്കട ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വയലു വെച്ചത്, ആണോ? അല്ല, അതതിന്റെ പേരിൽ വേണമെങ്കിൽ അരഞ്ഞാണം കെട്ടിക്കഴിഞ്ഞ ഒരല്പം തൂങ്ങി കിടക്കും. അത് വേണ്ടാത്തതല്ലത്. എന്നാൽ അത് തൂക്കിയിടാൻ വേണ്ടിയിട്ടല്ല അരഞ്ഞാണം കെട്ടിയത്, അല്ലേ? ബാലൻസ് ആണ്. എന്നാ അതില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പട്ടിണി കിടക്കലാണ് നോമ്പെന്ന് വിചാരിക്കേണ്ട, അതതിന്റെ കൂടെ ഉള്ള ഒരു കാര്യ. ശരിക്കും അവയവങ്ങൾ തെറ്റ് ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുക എന്ന അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുക. പകലിലാവുമ്പോ അത് ഭക്ഷണ പാന ശാരീരിക വീഴ്ചയും ഒഴിവാക്കാം. രാത്രിയാകുമ്പോ അത് മാത്രം അനുവദനയാണ്, ബാക്കിയൊക്കെ
ഒരു നോമ്പിന്റെ രാവും പകലും സൂക്ഷിക്കും. രാവും പകലും ആദം നബിക്ക് നോമ്പായിരുന്നു. നോമ്പിന്റെ അസിൽ അങ്ങനെയാ, രാവും പകലും ഉണ്ടെന്ന്. നോമ്പ് എന്നത് ഭക്ഷണത്തിലും വെള്ളത്തിലും അതുപോലെ തന്നെ ശാരീരിക വേഴ്ചയിലുമുള്ളത് രാത്രി അനുവദനീയാണ്. പക്ഷെ ഭക്ഷണം വെള്ളം ശാരീരിക വേഴ്ച പകൽ അനുവദനീയല്ല, രാത്രി അനുവദനീയാണ്. അതല്ലാതെ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം രാവും പകലും ഒഴിവാക്കിയേ പറ്റും. ഇതാക്കാന യൗമ സൗമി അഹദിക്കും യൗമ സൗമി അഹദിക്കും. ഹദീസിലെ പ്രയോഗം തന്നെ യൗം എന്ന് പറഞ്ഞു. യൗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈല് പ്ലസ് നഹാറാണ് യൗം. രാത്രിയും പകലും കൂടി കൂടുമ്പോഴാണ് ദിവസം എന്ന് പറയാ. ദിവസം എന്ന് പറഞ്ഞ ദിവസത്തിന്റെ തലേന്ന് തലഭാഗം, തല രാത്രിയാണ്. എന്ത് തല എന്ന് പറയാ? ആദ്യം വരുന്നതിനെ തല എന്ന് പറയാം. ഈ പ്രസവം നടക്കുമ്പോ ആദ്യം വരുന്നതായിരിക്കും തല. ഒരു തീവണ്ടി വരാണ് അവിടുന്ന്, അതിന്റെ തല എവിടെയാ? ഒരു പാമ്പ് വരാണ്, തല ഏതാ? ആദ്യം വരുന്നതിനെ തല എന്ന് പറയാം. തലേ രാത്രി എന്ന് പറയില്ലേ? ആ രാത്രി എന്നത് ആ ദിവസത്തിന്റെ തലയാണ്. അങ്ങനെയാണ്. ഖബറിലേക്ക് വെക്കുമ്പോ മയ്യത്തിന്റെ ഏത് ഭാഗം ആദ്യം ഇറക്കണ്ടേ? തലഭാഗം. ഈ പിടിമണ്ണ് വാരിയിടുന്നുണ്ട്. എവിടുന്ന വാരിയിടുന്നുണ്ട്? എല്ലാ ഭാഗത്തുനിന്നും വാരിയിടുന്ന ആൾക്കാരുണ്ട്. തലഭാഗത്തു നിന്നാണ് പിടിമണ്ണ് വാരിയിടേണ്ടത്, തല. അപ്പോ രാവും പകലും നമുക്ക് നോമ്പ് തന്നെയാണ് ശരിക്കും. ഇതാക്കാന യൗമു, ആ ദിവസം വന്നാൽ, ദിവസം എന്ന് പറഞ്ഞാൽ രാവും പകലും കൂടുമ്പോഴാണ്. ഫലാ യർഫുസു വലാ യസ്ഖബ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റ് ചെയ്യരുതെന്ന് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഖംസുൻ യുഫ്തിർന സ്വായിമ വയൻഖുദുനൽ വുളൂ. 5 കാര്യങ്ങൾ നോമ്പിനെ മുറിക്കാം എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ വുളൂഇന്റെ വിശുദ്ധിയും നഷ്ടപ്പെടുത്തിയേക്കാം. അതായത് ആ 5 കാര്യങ്ങൾ സംഭവിച്ചാൽ വുളൂ കൊണ്ട് ഗുണമില്ല എന്നല്ല. ആ വുളൂ കൊണ്ട് നിസ്കരിക്കാനൊക്കെ പറ്റും, പക്ഷേ ആ വുളൂ കൊണ്ട് നിസ്കരിച്ച കബൂലാവോ എന്നുള്ളതാണ് ഇപ്പൊ പേടി. ഒന്നും കൂടി പോയി വുളൂ കൊടുക്കണം, അത് നല്ലതാ. അങ്ങനെ ഒരു 5 കാര്യമുണ്ട്. അത് നോമ്പിനെ ഉറപ്പായും മുറിച്ചു കളയും. ഒന്നാമത്തേത് കെദിബു, കളവ് പറയല്. വുളൂ എടുത്തുകൊണ്ട് കളവ് പറഞ്ഞാൽ വുളൂ മുറിയൂല. എന്നാൽ ആ വുളൂ കൊണ്ടുള്ള നിസ്കാരം കബൂലാവോ എന്നത് സംശയമാണ്. വീണ്ടും പോയി വുളൂ എടുക്കൽ നല്ലതാണ് കളവ് പറഞ്ഞാൽ. എന്നാൽ നോമ്പിൽ കളവ് പറയൽ നോമ്പിനെ ബാത്തിലാക്കും, നോമ്പിനെ മുറിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് നമീമത്താണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി ഇല്ലാത്തത് ഇപ്പറവെന്ന് പറഞ്ഞു കൊടുത്ത് അയാളെപ്പറ്റി മുഷിപ്പ് തോന്നിപ്പിക്കുന്നത്. ഉള്ളതായാലും ഇല്ലാത്തതായാലും അവിടെ പോയി അയാളുടെ കാര്യങ്ങൾ ഇല്ലാത്തത് ഇവിടെ പറഞ്ഞ് ഇവിടെ ചോടിപ്പിക്കാം. ഇല്ലാത്തതാവാം. ഇനി ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് മറ്റൊരാളോട് പറയല് ഗീബത്താണ്. ആ പറയുന്നവന് ഇഷ്ടമല്ല. എത്രത്തോളം ഐഷബി പറഞ്ഞല്ലോ, ആ വന്ന പെണ്ണിന് നല്ല പൊക്കമുണ്ട് നബി എന്ന് പറഞ്ഞപ്പോൾ മോളെ അത് പറയല്ലേ ഗീബത്താണെന്ന്. അത് പഠിപ്പിച്ചു കൊടുത്തു. ഉയരമുണ്ടെന്ന് പറയണ ആ പെണ്ണിന് ഇഷ്ടല്ലേ? സുഫിയാക്കള് പറഞ്ഞു, ഒരാളിട്ടിരിക്കുന്ന ഷർട്ടിന് ഇത്തിരി ഇറക്കം കൂടുതലാണെങ്കിൽ, എന്തുട്ട് ഷർട്ടാണത്? ഷർട്ടിനെ കുറ്റം പറഞ്ഞാലും, നീ ഇട്ടിരിക്കുന്ന ചുരിദാർ ഇതെന്ത് കളറാ പെണ്ണെ, ഇത് കൊള്ളൂല, ഈ കളർ കാണാനൊരു ഭംഗിയില്ല എന്ന് പറഞ്ഞത് അവക്ക് വിഷമമായാലും, പറഞ്ഞത് ചുരിദാറിനെയാണെങ്കിലും അത് ഗീബത്തിന്റെ പട്ടികയിൽ മഹാന്മാരെണ്ണീട്ടൻ അഹമ്മദ് സമർഖന്ദി രേഖപ്പെടുത്തിയതാ. അങ്ങനെ ഗീബത്തിന് 1 കളവ്, 2 നമീമത്ത്, 3 ഗീബത്ത്, 4-മത്തേത് വികാരത്തോടു കൂടിയ നോട്ടം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, നോമ്പിനെ ബാത്തിലാക്കും. അങ്ങനെ നോക്കിപ്പോയാൽ മുറിഞ്ഞ പോലെ. മുറിഞ്ഞിട്ടില്ല കേട്ടോ, കൊണ്ട് ഗുണമില്ല. അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ കള്ളസത്യം ചെയ്തു. അള്ളാഹു നന്നാക്കട്ടെ. റജബ് 27 പകലും രാവും ഹയാത്താക്കാനും അമല് ചെയ്യാനും അള്ളാഹ് പൊരുത്തപ്പെട്ട എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ.
അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹുവേ പരിശുദ്ധ റജബും ശഅബാനും റമളാനും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഗർഭിണികളായ ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക് വേണ്ടി ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്, സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കുക അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാഹ്. കടബാധ്യത വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അമലിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്. പടച്ച റബ്ബേ, പാപം ചെയ്യാതെ ഹറാമുകളെ അവഗണിക്കാൻ, ഹറാമുകളോട് വെറുപ്പ് തോന്നാൻ ഞങ്ങളുടെ മനസ്സിന് അതിനുള്ള നന്മ നീ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ വൈകല്ലേ അല്ലാഹ്. നല്ല കുടുംബ ജീവിതങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് എളുപ്പമാക്കുക അല്ലാഹ്. അല്ലാഹുവേ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നീ വഴികൾ തുറക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കുക അല്ലാഹ്. അല്ലാഹുവേ പലിശക്കണിയിൽ പെട്ടുപോയവരെ കരകയറ്റണേ അല്ലാഹ്. കാലുവേദന, മുട്ടുവേദന, ശാരീരിക അസ്വസ്ഥതകൾ അത് സഹിക്കുന്നവർക്ക് നീ ഇബാദത്തിന്റെ കൂലി നൽകണേ അല്ലാഹ്. ഒരു ശാശ്വതമായ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാ ഖത്മുൽ ഖുർആൻ ഓതിയും ദിക്ർ ചൊല്ലിയും ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഫോൺ വഴി ബന്ധപ്പെട്ടവരുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങൾ നീ മഗ്ഫിറത്ത് നൽകുക അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ രോഗമുള്ളവർക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്. ആ രോഗം കൊണ്ടോ മാരകമായ മറ്റു രോഗങ്ങൾ കൊണ്ടോ ആരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. നീണ്ട കാലം ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം താറുമാറാകുന്ന അവസ്ഥയിൽ റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നോമലകൾക്ക് നീ ദീർഘായുസ് കൊടുക്കുക അല്ലാഹ്. പൊന്നുമക്കൾക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഞങ്ങളുടെ ഹയാത്ത് കാലത്ത് അവരെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങളുടെ കണ്ണ് നനയല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം നീ റാഹത്തിൽ, ആ സന്തോഷം നീ നിലനിർത്തി റാഹത്തിലാക്കണേ അല്ലാഹ്. പാരസ്പര്യ ബോധം റബ്ബേ, കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തത നീ നിലനിർത്തണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.